ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മാമ്പഴ പുളിശ്ശേരിയാണ്. അതിനായി ഞാനിവിടെ 5 നാടൻ മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. എല്ലാത്തരം മാങ്ങ ഉപയോഗിച്ചും മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കാവുന്നതാണ്. ആദ്യമായി ഞാനിവിടെ മാങ്ങ തൊലി കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. തൊലി കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മാങ്ങയിലേക്ക് 1 ഗ്ലാസ് വെള്ളം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, ഒരു പച്ചമുളക് നെടുകെ കീറിയത് എന്നിവ ചേർത്ത് ഇളക്കി മൂടി വെച്ച് ഗ്യാസ് മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. മധുരം ആവശ്യമുള്ളവർക്ക് ശർക്കരയോ പഞ്ചസാരയോ ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമ്മൾക്ക് ഇതിനു വേണ്ടി അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് അരമുറി തേങ്ങ ചിരകിയത്, 1 ടീസ്പൂൺ മുളക് പൊടി, 2 അല്ലി വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ ജീരകം, 2-3 കഷ്ണം ചുവന്നുള്ളി എന്നിവയാണ്. മാമ്പഴ പുളിശ്ശേരി വയ്ക്കുന്നതിന് നല്ല കട്ട തൈരാണ് നമ്മൾക്ക് ആവശ്യം. ഒരു ബൗളിലേക്ക് 1 കപ്പ് തൈരെടുത്ത് അതിൻ്റെ കട്ടയൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുക. മിക്സിയിൽ തൈര് ഉടയ്ക്കരുത്. ഇതിനായി നമ്മൾക്ക് വിസ്കോ തവിയോ ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ മാങ്ങ നന്നായി വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് തിളച്ച് പച്ചമണം മാറിക്കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്ത് കഴിയുമ്പോൾ ഒരിക്കലും തിളയ്ക്കാൻ അനുവദിക്കരുത്. ഉപ്പ് ഒന്നുകൂടി നോക്കിയിട്ട് ആവശ്യമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി താളിക്കുന്നതിന് വേണ്ടി ഒരു പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായി പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് 2-3 ചുവന്നുള്ളി വട്ടത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ചുവന്നുള്ളി ചെറുതായി ബ്രൗൺ നിറമാകുമ്പോൾ അതിലേക്ക് 5 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 2 കപ്പ് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് മാമ്പഴ പുളിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ സ്വാദിഷ്ടമായ മാമ്പഴ പുളിശ്ശേരി തയ്യാറായിട്ടുണ്ട്. കൂട്ടുകാർക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.